ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഐപ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെ അർജൻറ്റായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ HSA അല്ലെങ്കിൽ HST ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മുന്നിലാണിപ്പോൾ. കാരണം സിലബസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. മുമ്പ് HSA പരീക്ഷ നടത്തിയപ്പോഴുള്ള സിലബസ് എന്താണോ അതേ സിലബസിൽ തന്നെയാണ് ഇത്തവണയും സിലബസ് വന്നിരിക്കുന്നത്. ഒരു മാറ്റവും, ഒരു പെർസെൻറ്റേജ് മാറ്റം പോലും അതിൻ്റെ അകത്ത് കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സിലബസ് അനാലിസിസിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു കേരള PSC. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഓരോ ജില്ലകളിലുമുള്ള ആപ്ലിക്കൻറ്റുകളുടെ എണ്ണമാണ് നിങ്ങൾ ഈ സ്ലൈഡുകളിൽ കാണുന്നത്. തിരുവനന്തപുരം ആണെങ്കിൽ 2368, കൊല്ലമായിരുന്നെങ്കിൽ 1073. അപ്പോൾ അതാത് ജില്ലകളിൽ വേക്കൻസികൾ വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആളുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ജില്ലയിൽ കൂടുതൽ ആളുണ്ട് അല്ലെങ്കിൽ കുറവ് ആളുണ്ടോ എന്ന രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ആദ്യത്തെ 5 റാങ്കിൽ വരിക, ആദ്യത്തെ അഡ്വൈസിൽ ജോലി വാങ്ങിക്കുക. ഈ ഒരൊറ്റ ചിന്തയിൽ വേണം പഠിത്തം പോകാൻ. എത്ര ആപ്ലിക്കൻ്റ് എഴുതുന്നില്ല എന്നൊന്നും ചിന്തിക്കേണ്ട, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ മത്സരിക്കുക, നല്ല റാങ്ക് നേടുക, ആദ്യത്തെ 5-ൽ വരിക, ജോലി വാങ്ങിക്കുക, അത്രയുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? ടൈംസ് ടു സ്റ്റഡിയാണ്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്താണ് സിലബസ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത് കേട്ടോ. നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ കാറ്റഗറിയുടെ സിലബസ് അനുസരിച്ചിട്ട് പാർട്ട് 1 എന്ന് പറയുമ്പോൾ 15 മാർക്കുള്ള ചോദ്യങ്ങളാണ്. നവോത്ഥാനമാണ് മൊഡ്യൂൾ 1-ൽ വരുന്നത്. അതിൽ തന്നെ മൊഡ്യൂൾ 2-ൽ ജനറൽ നോളജും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും നവോത്ഥാനവും കൂടി ചേർത്ത് പാർട്ട് 1-ൽ 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാർട്ട് 2 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5 മാർക്കിനുള്ള ഭാഗങ്ങളെ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ്. നമ്മളെല്ലാവരും BEdന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിലബസിലും വന്നിരിക്കുന്നത്. അപ്പോൾ 5 മാർക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനറൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് 100-ൽ 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും അതുപോലെ നവോത്ഥാനവും ചേർത്ത് 15 മാർക്കും, പാർട്ട് 2-ൽ 5 മാർക്ക്, മൊഡ്യൂൾ 3 ആയിട്ട് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഐപ്ലസ് ക്ലാസ് ചെയ്യുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചേർത്താണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ഇനി പാർട്ട് 3 നമ്മുടെ കാര്യത്തിലേക്ക് വന്നു. പാർട്ട് 3 എന്ന് പറയുമ്പോൾ 80 മാർക്കാണ്. ഈ 80 മാർക്കിൽ 40 മാർക്ക് ഫിസിക്സും 40 മാർക്ക് കെമിസ്ട്രിയും, അങ്ങനെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 ഫിസിക്സിൻ്റെ അകത്ത് പാർട്ടിക്കിൾ ഡൈനാമിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ പാർട്ടിക്കിൾ ഡൈനാമിക്സിൻ്റെ അകത്ത് ന്യൂട്ടൻ്റെ ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്താണ് ന്യൂട്ടൺ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് എന്താണ് ന്യൂട്ടൻ്റെ ലോ ഒക്കെയാണ് ഈ ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഡോപ്ലർ എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ NCERT ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ +1 പാഠപുസ്തകത്തിലുള്ള ഭാഗങ്ങളാണ് കുറച്ചധികം ഭാഗങ്ങൾ. അത് മാത്രമല്ല ഡിഗ്രി ലെവലിലും വരുന്ന ഭാഗമാണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസും അതുപോലെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലായോ? അതെല്ലാം ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. പിന്നെ ഇലാസ്റ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഭാഗങ്ങളും ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഭാഗത്തേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഇനി മൊഡ്യൂൾ 2-ലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സുമാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, ആംപ്ലിഫയറുകൾ, ഓസിലേറ്ററുകൾ, ലോജിക് ഗേറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 2-ൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 3-ൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒപ്റ്റിക്സ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഒപ്റ്റിക്സും അതോടൊപ്പം തന്നെ തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ആണ്. അപ്പോൾ ഒപ്റ്റിക്സിൻ്റെ എല്ലാ ഫിനോമിനും അത് പഠിക്കാനുണ്ട്. റിഫ്ലക്ഷൻ പഠിക്കണം, റിഫ്രാക്ഷൻ പഠിക്കണം, ഡിസ്പേർഷൻ പഠിക്കണം, ഇൻ്റർഫറൻസ് പഠിക്കണം, ഡിഫ്രാക്ഷൻ പഠിക്കണം, സ്കാറ്ററിങ് പഠിക്കണം, പോളറൈസേഷൻ പഠിക്കണം, ഫൈബർ ഒപ്റ്റിക്സ് പഠിക്കണം, ലേസറുകൾ പഠിക്കണം, ബേസിക് ഐഡിയ ഓഫ് സ്പെക്ട്രോസ്കോപ്പിയും പഠിക്കണം. ഇനി ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ എല്ലാ ലോയും, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതിൻ്റെ കാർനോട്ട് എഞ്ചിന്, എൻട്രോപ്പി, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കണം. നമ്മൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ എൻസെമ്പിൾ എന്താണ്, ഫേസ് സ്പേസ് എന്താണെന്നൊക്കെ വിശദമായിട്ട് പഠിക്കണം. നമ്മൾ ഒറ്റ ലൈനിലേ കാണുന്നുള്ളെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം. PG ഒക്കെ പഠിച്ചിട്ടുള്ള എൻസെമ്പിൾ എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതുപോലെ കണ്ടന്റുകൾ നമുക്ക് പാർട്ട് 3-ൽ പഠിക്കാനുണ്ട് കേട്ടോ.
നിങ്ങൾ കുറച്ച് ലൈനേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട, അത്രേ ഉണ്ടത്. പക്ഷേ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വൈഡായിട്ടൊന്നും നമ്മൾ പഠിപ്പിക്കില്ല. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അറിയാം, വളരെ വേണ്ട കാര്യങ്ങൾ മാത്രം ഇന്നത് മാത്രമേ പഠിക്കാവുള്ളൂ. ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, എന്താണ് പഠിക്കേണ്ട എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്, എന്നിട്ടേ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുള്ളൂ. കാരണം മോസ്റ്റ്ലി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്മാർട്ട് വർക്കാണ്. ഈ ടോപ്പിക് ഒഴിവാക്കണ കാര്യമല്ല പറഞ്ഞത്, ചവറ് പോലെ വായിക്കുന്നതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ ചോദ്യം ഇതാണ്, സീത രാമൻ്റെ ആരാണ് എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പോൾ അത് പറയണമെങ്കിൽ രാമായണം മുഴുവൻ പഠിക്കണമെന്നില്ല. നമ്മൾ ആദ്യം തന്നെ പറയുമ്പോൾ പറയും, സീത രാമൻ്റെ ഇന്ന ആളാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് കാര്യങ്ങൾ. അല്ലാതെ A to Z മുഴുവൻ പഠിച്ചിട്ട് വേണോ ഇതിന് ഉത്തരം എഴുതാൻ? അല്ല. ഇന്ന ആളുകളുണ്ട്, ഇന്നതൊക്കെയാണ് അവർ ചെയ്യുന്നത്, ഇന്നതൊക്കെയാണ് പരിപാടി, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാനായിട്ട്. ഇനി മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബോർ ആറ്റം മോഡൽ പഠിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ന്യൂക്ലിയർ ഫിസിക്സ് കുറച്ചധികം വരുന്നുണ്ട്, ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഭാഗങ്ങളുണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്, ആ ഭാഗങ്ങളുണ്ട്. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബിഗിനിങ് ആണ്, വേവ് നേച്ചർ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിൻ്റെ പോസ്റ്റുലേറ്റുകൾ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ അത്യാവശ്യം വളരെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന അധികം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 5ലും കുറച്ച് ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കിട്ടും. എവിടം തൊട്ട് എവിടം വരെ ഈ ഐഗൻ ഫംഗ്ഷൻ, ഐഗൻ വാല്യൂസ് മുതൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനോ, ഹൈഡ്രജൻ സ്പെക്ട്ര, ഇവിടം വരെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫിസിക്സ് ആണ്. പിന്നെ നമ്മൾ ഈ എനർജി ലെവൽ ഓഫ് മോളിക്യൂൾസ്, NMR, രാമൻ, ഇതൊക്കെ പഠിക്കുന്നത് കെമിസ്ട്രിയിൽ പഠിക്കുന്ന അതേ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഫിസിക്സിലും കുറച്ച് പറയുന്നത്, ബേസിക്സ് അവിടെയും നമ്മളിത് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അധിക കാര്യങ്ങളാണ്. പിന്നെ ഈ ക്രിസ്റ്റലിൻ്റെ ആയിട്ട് അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ +2 ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് അധികമായിട്ട് കെമിസ്ട്രിയിൽ നിന്ന്, അല്ലേ? ഓക്കെ, ദെൻ അടുത്ത മൊഡ്യൂളിലാണെങ്കിൽ ആറ്റം മോഡൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പീരിയോഡിക് ലോസ് പഠിക്കാനുണ്ട്. മനസ്സിലായോ? ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഫിസിക്സിനേക്കാൾ കുറച്ച് അധികമായിട്ട് കെമിസ്ട്രിയുടെ ഭാഗങ്ങൾ സിലബസിൽ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും വെയിറ്റേജ് വരുന്ന സമയത്ത് 40 മാർക്ക് ഫിസിക്സും 40 മാർക്ക് കെമിസ്ട്രി ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ ചോദിക്കില്ല. ഓരോ മൊഡ്യൂളിൽ നിന്നും ഇപ്പോൾ 4 മൊഡ്യൂൾ ആദ്യം തന്നിരിക്കുന്നത്, അപ്പോൾ 40 മാർക്ക് വരണം. അടുത്തിൽ 4 മൊഡ്യൂൾ കെമിസ്ട്രിയിലുണ്ട്, 40 മാർക്ക് വരണം. അപ്പോൾ 10, 10, 10, ഒരു മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് വെച്ചിട്ടായിരിക്കും ചോദിക്കേണ്ടാവുക. കേട്ടോ? മൊഡ്യൂൾ 7 ആണ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാനുണ്ട് അത്യാവശ്യമായിട്ട്. അത് നമ്മൾ കണ്ട സിലബസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി ടീച്ചറാണ് വിശദമായിട്ട് ഇത് പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കെമിസ്ട്രിയുടെ ഭാഗങ്ങൾ മക്കളെ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ഞാൻ പറയുന്നത്. കേട്ടോ? അപ്പോൾ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, നമുക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിഗ്രി ലെവലാണ് സാധനങ്ങളെല്ലാം. അതുപോലെ +1 +2 കാര്യങ്ങൾ തന്നെ ഒരുപാട് ഇന്നതുണ്ട്. ഇനി 8ാമത്തെ മൊഡ്യൂളാണെങ്കിൽ യൂണിക്നെസ് ഓഫ് കാർബൺ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ബയോമോളിക്യൂൾസുകൾ, ഓർഗാനിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതുമൊക്കെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കെമിസ്ട്രി ടീച്ചർ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെയാണ് ഈ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഫിസിക്സുകാർക്ക് കെമിസ്ട്രിനെ കുറിച്ച് ഒരു പേടിയും വേണ്ട, കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സിനെ കുറിച്ചും ഒരു പേടിയും വേണ്ട. നമ്മൾ ആ രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. വളരെ ബേസിക് നിലവാരത്തിൽ നിന്നും മുകളിലോട്ട് ബിൽഡ് ചെയ്ത് നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. കേട്ടോ? അതുകൊണ്ട് പേടിക്കരുത്, ഒരു കാരണവശാലും പേടിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വേണേലും കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഇതിൻ്റെ അകത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുഴുവൻ നോട്ടുകളുണ്ട്. പിന്നെ സിലബസ് കംപ്ലീറ്റ് മലയാളത്തിൽ കവർ ചെയ്യും. ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ്, ഇനിയും ആയിരക്കണക്കിന് ചോദ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അതിൻ്റെ അകത്തേക്ക്. പിന്നെ പ്രീവിയസ് ഇയർ ഫിസിക്സ്, കെമിസ്ട്രി ബേസ്ഡ് എക്സാംസിൻ്റെ എല്ലാം ചോദ്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻ ചെയ്യും. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും മോട്ടിവേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. അപ്പോൾ മക്കളെ, നിങ്ങൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു ക്ലാസ്സിന് ചേർന്ന് പഠിക്കണമെങ്കിൽ നമ്മളൊപ്പം വരിക, പഠിക്കാം. ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മോടൊപ്പം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പരീക്ഷകളിടും, നിങ്ങളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താണ് കൊണ്ടുപോകുന്നത് മുന്നോട്ട്. കേട്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിലബസ് ഒന്നും കണ്ട് പേടിക്കാതെ, സമയം കുറച്ചേ ഉള്ളൂ എന്ന് ടെൻഷൻ അടിക്കാതെ ഇനിയുള്ള സമയം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എന്താണ്? Dream big and work hard and stay focused. Okay? അപ്പോൾ എല്ലാവർക്കും all the best. Thank you.